ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കേസ്മാർട്ട് വഴി എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നമുക്കിപ്പോൾ കേസ്മാർട്ട് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കുന്നതാണ്. പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് അപേക്ഷകർ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കായിരിക്കും ഈ പദ്ധതിയിൽ ചേരാൻ അർഹതയുള്ളത്. വെള്ള, നീല റേഷൻ കാർഡുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. പിന്നെ കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വിവിധ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, EPF പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതിയിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ മറ്റൊരു കാര്യം, കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ സർവകലാശാലകളിലോ ജോലി ലഭിക്കുന്നവർ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അയക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ കേസ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. കേസ്മാർട്ട്. ഓക്കെ. ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നമ്മൾ കേസ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കേസ്മാർട്ട് വഴി ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെയാണ് കേസ്മാർട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിയാവും. നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ കാണുന്ന ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും: സിറ്റിസൺ ലോഗിൻ, ഒഫീഷ്യൽ ലോഗിൻ, ഓർഗനൈസേഷൻ ലോഗിൻ. ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മളോട് ഒരു മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കേസ്മാർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആണ്. ആ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സെൻഡ് OTP എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷനുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും രണ്ടാമത് കാണുന്ന സ്ത്രീ സുരക്ഷാ സ്കീം എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സ്ത്രീ സുരക്ഷാ സ്കീം എന്ന് പറയുന്ന ഒരു കാർഡ് കാണാൻ സാധിക്കും. നമ്മൾ ആ കാർഡിന്റെ സെന്ററിലുള്ള പ്ലസ് ബട്ടണിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആധാർ ആൻഡ് റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ നമ്മളോട് കുറച്ച് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി കൊടുക്കുക. ആദ്യം നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോർഡ് ടൈപ്പ് ആണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോർഡ് നെയിമും കൂടെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മുടെ വാർഡ് നമ്പറും കൂടെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ആധാർ വെരിഫിക്കേഷന്റെ ഭാഗമാണ്. അതിനായിട്ട് നമ്മുടെ ആധാർ നമ്പർ നമ്മളിവിടെ തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി ആധാറിലുള്ളതുപോലെ തന്നെ നമ്മുടെ പേര് ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സൈഡിൽ കാണുന്ന വാലിഡേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളോട് കൺസെന്റ് ചോദിക്കുന്നുണ്ടാവും. നമ്മളത് എഗ്രി ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന അക്സെപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. നമ്മുടെ ആധാർ ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെ നോക്കുവാണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് നമ്പറും റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. ആധാറും റേഷൻ കാർഡും കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആധാർ വെരിഫൈ ചെയ്തപ്പോൾ തന്നെ റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. നമുക്കിവിടെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ആപ്ലിക്കന്റ് നെയിം ആൻഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ടാവും. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അഡ്രസ് ഡീറ്റെയിൽസ് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പറും കൂടെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക.
അടുത്തതായിട്ട് ജോബ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കൃത്യമായ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. ഇനി നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ എന്നിവ നമ്മൾ തെറ്റാതെ തന്നെ എന്റർ ചെയ്ത് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് തന്നെ എന്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു ഡോക്യുമെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊന്നും നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്നും ലഭ്യമാകുന്ന വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെയായിട്ട് ആപ്ലിക്കന്റെ ഫോട്ടോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഫയൽ സൈസ് വരുന്നത് 2 MB ആണ് കേട്ടോ. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. തുടർന്ന് ആപ്ലിക്കന്റിന് ഈ സ്കീമിൽ ഉൾപ്പെടാൻ അർഹതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് 6 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഈ സ്കീമിന് വേണ്ട മാനദണ്ഡങ്ങൾ പറഞ്ഞിരുന്നു. ആ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചോദ്യം വായിച്ചു നോക്കിയ ശേഷം കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അർഹതയുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിക്കുക. മിസ്റ്റേക്കുകൾ ഒന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സാക്ഷ്യപത്രം കാണാൻ സാധിക്കും. ഈ സാക്ഷ്യപത്രം നമ്മൾ കൃത്യമായി തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് വരുന്നത് OTP വെരിഫിക്കേഷൻ ആണ്. അതിനായിട്ട് നമ്മളോട് ഗെറ്റ് OTP എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതായിരിക്കും. ആ OTP നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. OTP നമ്മൾ എന്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ കാണുന്ന വെരിഫൈ OTP എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ OTP ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അക്നോളജ്മെന്റ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുമുള്ള വെരിഫിക്കേഷന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമ്മുടെ ലോഗിനിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.